അടുത്തത് ശ്രീ അനൂപ് ജേക്കബ്, അങ്ങേക്ക് 5 മിനിറ്റാണ്. സാറേ, ഞാൻ ഈ ബഡ്ജറ്റിൽ എതിർക്കുകയാണ് സാർ. ഇതിൻ്റെ അകത്ത് ഇന്ന് ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ്, ചോര ഒലിക്കുന്ന കുഞ്ഞുമായി അമ്മ കയറി ഇറങ്ങിയത് 4 സർക്കാർ ആശുപത്രികളിൽ. സാറേ, 4 സർക്കാർ ആശുപത്രി, തലസ്ഥാനത്തുള്ള 4 ആശുപത്രികളിലെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തയാണ് സാറിനോട് സൂചിപ്പിച്ചത്. ഇത് കേരളത്തിൽ വിവിധ മേഖലകളെക്കുറിച്ച് നിങ്ങൾ ഊറ്റം കൊള്ളുമ്പോഴും ഇത്തരത്തിൽ നിരുത്തരവാദപരമായുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന പല സർക്കാർ സ്ഥാപനങ്ങളും ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇവിടെ നമ്മുടെ ഗവൺമെൻറ് പ്രയോറിറ്റി എവിടെയായിരിക്കണം? ഇന്ന് രാവിലത്തെ അടിയന്തര പ്രമേയത്തിൽ ഞങ്ങൾ ഉന്നയിച്ചത് തന്നെയാണ്. ഇവിടെ പൊതുവിതരണ കേന്ദ്രങ്ങളെ സുശക്തമാക്കുവാൻ, ആശുപത്രികളിൽ മരുന്നെത്തിക്കുവാൻ, ലൈഫ് പദ്ധതികൾ പൂർത്തിയാക്കുവാൻ, അതനുസരിച്ച് പിന്നോക്ക ജനവിഭാഗങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുവാനുള്ള നടപടികൾ, വികസന പദ്ധതികളോടൊപ്പം അതും കൂടി ചെയ്യുമ്പോഴാണ് സാർ ഇതിൻ്റെ അകത്ത് ഒരു ക്ഷേമ ഗവൺമെൻറ് എന്ന നിലയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് വരാൻ കഴിയുകയുള്ളൂ. അതിന് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടെ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായും അവഗണന മൂലമാണ് ഇന്ന് കേരളത്തിലെ പൊതുവിതരണ സംവിധാനം തകർച്ചയുടെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അടിയന്തരമായി ആവശ്യമായ തുക സപ്ലൈകോയ്ക്ക് നൽകുവാനും അതനുസൃതമായി പൊതുവിതരണ സംവിധാനത്തെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരുവാനുമുള്ള ഇടപെടൽ വളരെ വൈകിയിരിക്കുന്നു. അത് ഇനിയെങ്കിലും സാധിച്ചില്ലെങ്കിൽ ഇത് തിരിച്ചു കയറാൻ കഴിയാത്ത ഒരു വലിയ ഗർത്തത്തിലേക്ക് ഈ സ്ഥാപനം വീണുപോകും എന്നുള്ളത് ധനകാര്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇവിടെ റബ്ബറിൻ്റെ വില 10 രൂപ വർദ്ധിപ്പിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇതിലെന്താ പറഞ്ഞിരുന്നത്? നിങ്ങളുടെ പ്രഖ്യാപനത്തിൽ 250 രൂപ പ്രകടന പത്രികയിൽ പറഞ്ഞത് 250 രൂപ റബ്ബർ കർഷകർക്ക് നൽകുമെന്നുള്ളതാണ്. ഇപ്പോൾ 10 രൂപയാണ് നിങ്ങൾ വർദ്ധിപ്പിച്ചത്. അപ്പോൾ 10 രൂപ വർദ്ധിപ്പിച്ചത് എത്ര മഹത്തരമായ കാര്യമായി നിങ്ങൾ പറഞ്ഞു പരത്തിക്കൊണ്ട് 150 രൂപയായിരുന്നു UDF ഗവൺമെൻറ് കാലയളവിൽ. ഇപ്പോൾ നിങ്ങൾ 8 വർഷമാകുമ്പോൾ 30 രൂപയാണ് പല ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ 10 രൂപ. സാറ്, ഇത് ഒരു ആശ്വാസം എന്നില്ല, അതേ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്താണ് നിങ്ങൾ ലക്ഷ്യം വെച്ചത്? സാർ, ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും കർഷകർക്ക് ഉണ്ടാവുന്നില്ല എന്നതും, ഇന്ന് റബ്ബർ കാർഷിക മേഖലയിൽ വലിയ രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടെന്നും ഇന്ന് റബ്ബർ കൃഷിയിൽ നിന്ന് കർഷകർ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെൻറ് തിരിച്ചറിയണം. UDF ഗവൺമെൻറ് 150 രൂപ റബ്ബറിന് അടിസ്ഥാന വില നിർണ്ണയിക്കുമ്പോൾ അന്ന് റബ്ബറിൻ്റെ വിപണി വില 70-80 താഴെയായിരുന്നു. അവിടെയാണ് ഞങ്ങൾ 150 വെച്ചത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ തുക വെക്കുമ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചു, ജീവിത ചെലവ് വർദ്ധിച്ചിരിക്കുന്നു. ഇതെല്ലാം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ തുക അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഞങ്ങൾ ആവർത്തിച്ച് മുമ്പോട്ട് വെക്കുന്നത്. സാർ, ഇന്ന് അങ്ങേക്ക് മറുപടി നാളെ പറയാമല്ലോ, അങ്ങ് പറഞ്ഞോളൂ. ആ സമയത്ത് എനിക്ക് 5 മിനിറ്റാണ് ഉള്ളത്. ധനമന്ത്രി ഉത്തരം നൽകിയിട്ടില്ല. സാറേ, ഇന്ന് നല്ല റൂളിംഗ് വന്നു ബഹുമാനപ്പെട്ട ചെയറിൻ്റെ ഭാഗത്ത് നിന്ന്. ഞങ്ങളതിന് സ്വാഗതം ചെയ്യുകയാണ്. സാറേ, 198 ചോദ്യങ്ങൾക്ക്, അൺസ്റ്റാർട്ട് ചോദ്യങ്ങൾക്കാണ് മറുപടി ലഭിക്കാതിരുന്നത്. പല വിഷയങ്ങളും ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനും അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് ഈ അൺസ്റ്റാർട്ട് ചോദ്യങ്ങളിലൂടെയാണ്. ഇനിയെങ്കിലും അത്തരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാവരുതെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, KSRTCയുടെ സ്ഥിതി, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഗതാഗതത്തെ ആശ്രയിക്കുന്നത് KSRTCയിലാണ്. എന്നാൽ ഈ സർക്കാരിൻ്റെ തെറ്റായ നിലപാട് മൂലം KSRTC ഇന്ന് പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. സാർ, 2016 6200 ബസ്സുകൾ, 5200 ഷെഡ്യൂളുകൾ, 17 ലക്ഷം കിലോമീറ്റർ, 36 ലക്ഷത്തോളം യാത്രക്കാർ ആശ്രയിച്ചിരുന്ന സന്ദർഭത്തിൽ നിന്ന് ഇന്ന് നിങ്ങൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം റൂട്ട് റേഷണലൈസേഷൻ്റെ ഭാഗമായിട്ട് ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചു. ഇതിൻ്റെ ഭാഗമായി 5200 ഷെഡ്യൂൾ ഉണ്ടായിരുന്ന 4400 ഷെഡ്യൂളുകളായി ചുരുങ്ങിയിരിക്കുന്നു. സർ, KSRTCയിലെ ശമ്പളവും പെൻഷനും നൽകണമെന്ന് കോടതി ഇടപെടുമ്പോൾ മാത്രമാണ് സർക്കാർ കണ്ണു തുറക്കുന്നത്. സർ, ഈ പെൻഷൻകാർക്ക് വേറെ എന്താണ് സാർ ആശ്രയമുള്ളത്? അവരുടെ പെൻഷനെങ്കിലും ഈ KSRTC ജീവനക്കാരുടെ അടക്കമുള്ള പെൻഷൻ സമയബന്ധിതമായി കൊടുക്കുക എന്നുള്ളത് ഒരു മാനുഷിക പരിഗണന ആ വിഷയത്തിൽ ഗവൺമെൻറ് മുമ്പോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഇതിനോട് അനുബന്ധിച്ച് തന്നെയാണ് സാർ ഇവിടെ ജലജീവൻ മിഷൻ്റെ അവസ്ഥ. ജലജീവൻ മിഷൻ 2020-21 സാമ്പത്തിക വർഷം ആരംഭിക്കാൻ കഴിഞ്ഞ പദ്ധതി. സാർ, ഇത് ഈ എല്ലാ ജില്ലകളിലും കുടിവെള്ള വിതരണത്തിനും 70 ലക്ഷം കണക്ഷനുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് ഗവൺമെൻറ് തന്നെ രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട്. സാർ, ഇന്ന് കണക്ഷനുകൾ നൽകുന്നത് വലിയ രീതിയിൽ കാലതാമസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഇതിൻ്റെ അകത്ത് സംസ്ഥാന വിഹിതം വകയിരുത്താത്തത് മൂലമാണ് ഈ കാലതാമസം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.
ചിലപ്പോൾ അത് ഇപ്പോൾ ജലജീവൻ മിഷൻ നമുക്ക് റൂറൽ ഏരിയയിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കീം ഇന്ന് സ്തംഭനാവസ്ഥയിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകളുടെ അവസ്ഥ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതാണ്. ക്ഷേമ പെൻഷൻ 58 ലക്ഷം കുടുംബങ്ങൾ, വ്യക്തികൾ ക്ഷേമ പെൻഷൻ വരിക്കാരായി നിൽക്കുന്നു. 4600 കോടി രൂപ അതിൽ കുടിശ്ശികയായി നിലകൊള്ളുകയാണ്. സാർ, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ക്ഷേമ പെൻഷനും ഇപ്പോൾ വയോധികരടക്കമുള്ളവരൊക്കെ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട അവരുടെ വരുമാന മാർഗമായി നിലകൊള്ളുന്നത് ഇത് തന്നെയാണ് സാർ. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായി ഇടപെടൽ ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒപ്പം തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയായി ബന്ധപ്പെട്ട് അങ്ങ് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന വർക്കുകൾ ഒരു വർഷം കഴിഞ്ഞാലും അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പല വർക്കുകൾ നമ്മൾ പ്രഖ്യാപിക്കും, കിട്ടുന്നത് എന്തെങ്കിലും ആവട്ടെ, ഈ കിട്ടുന്ന സാധനങ്ങൾ നടന്നാലേ സാർ അതിൻ്റെ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ വർഷം അനുവദിച്ച വർക്ക് പോലും ഇപ്പോഴും അതിൻ്റെ നടപടികൾ പൂർത്തിയായി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്ന വർക്കുകൾ, കിട്ടുന്ന വർക്കുകൾ അതിൻ്റെ അകത്ത് വളരെ തുച്ഛമായ നിലയിൽ 20 വർക്കുകൾ അങ്ങ് എഴുതി തരാൻ പറയും. 20 എണ്ണം തന്നാൽ മരുന്നിന് 1 എണ്ണം തരും. 5 കോടി രൂപയാണ്. അപ്പുറം എത്ര കൊടുക്കുന്നത് എനിക്കറിയില്ല, പരിശോധിക്കാൻ അറിയാൻ കഴിയുള്ളൂ സാർ. ഇതിൻ്റെ അകത്ത് അതുകൊണ്ട് വർക്കുകൾ, കിട്ടുന്ന വർക്കുകൾ, നൽകുന്ന വർക്കുകളെങ്കിലും കൃത്യമായ നിലയിൽ സമയബന്ധിതമായി പൂർത്തിയാവുന്നു എന്നത് ഉറപ്പുവരുത്തുവാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ന്യായമായ നിലയിൽ നൽകിയിട്ടുള്ള വിവിധ വർക്കുകൾ അത് പരിഗണിക്കുവാനും സർക്കാർ തയ്യാറാണെന്നും കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു.